കബളിപ്പിക്കൽ മഞ്ഞുമ്മൽ ബോയ്സ് നിർമ്മാതാക്കളുടെ അക്കൗണ്ട് മരവിപ്പിച്ചു. കളക്ഷനിൽ റെക്കോർഡുകൾ സൃഷ്ടിച്ച മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയുടെ നിർമ്മാതാക്കളുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുവാൻ ഉത്തരവ്. അരൂർ സ്വദേശി സിറാജ് സമർപ്പിച്ച ഹർജിയിലാണ് എറണാകുളം സബ് കോടതി ഈ ഉത്തരവിട്ടത്. സിനിമയ്ക്കായി 7 കോടി രൂപ മുതൽ മുടക്കിയിട്ട് ലാഭവിഹിതമോ മുടക്കുമുതലോ നൽകിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സിറാജ് കോടതിയെ സമീപിച്ചത്. ചിത്രത്തിൻ്റെ നിർമ്മാണ കമ്പനിയായ പർവ ഫിലിംസിൻ്റെയും പാർട്ട്ണർ ഷോൺ ആന്റണിയുടെയും 40 കോടി രൂപയുടെ ബാങ്ക് അക്കൗണ്ടാണ് സബ് കോടതി ജഡ്ജി സുനിൽ വർക്കി മരവിപ്പിച്ചത്. ചിത്രത്തിൻ്റെ നിർമ്മാണത്തിന് 7 കോടി മുതൽ മുടക്കിയെന്നാണ് സിറാജ് സമർപ്പിച്ച ഹർജിയിൽ പറയുന്നത്. 40% ലാഭവിഹിതം വാഗ്ദാനം ചെയ്ത് നിർമ്മാതാക്കൾ പണം കൈപ്പറ്റിയ ശേഷം ലാഭമോ മുതൽ മുടക്കോ നൽകാതെ കബളിപ്പിച്ചെന്നാണ് ഹർജി. ആഗോളതലത്തിൽ ഇതുവരെ 220 കോടി രൂപ കളക്ഷൻ നേടിയിട്ടുണ്ടെന്നും OTT പ്ലാറ്റ്ഫോമുകൾ മുഖേന 20 കോടിയോളം രൂപ നേടിയിട്ടുണ്ടെന്നും ഹർജിയിൽ പറയുന്നു. ചിത്രത്തിൻ്റെ നിർമ്മാതാക്കളായ സൗബിൻ ഷാഹിർ, പിതാവ് ബാബു ഷാഹിർ എന്നിവർക്ക് കോടതി നോട്ടീസ് അയച്ചു. മലയാള സിനിമാ ചരിത്രത്തിൽ 200 കോടി ക്ലബിൽ ഇടം നേടുന്ന ആദ്യ ചിത്രമാണ് മഞ്ഞുമ്മൽ ബോയ്സ്. ഫെബ്രുവരി 22-നായിരുന്നു ചിത്രം തിയേറ്ററുകളിലെത്തിയത്. തമിഴ് ഡബ്ബിംഗ് ഇല്ലാതെ തമിഴ്നാട്ടിൽ തന്നെ 50 കോടി നേടുന്ന ആദ്യ ഇതര ഭാഷാ ചിത്രമാണ് മഞ്ഞുമ്മൽ ബോയ്സ്. പർവ ഫിലിംസും ശ്രീ ഗോകുലം മൂവീസും ചേർന്ന് പ്രേക്ഷകർക്ക് മുന്നിലെത്തിച്ച ചിത്രം ബാബു ഷാഹിർ, സൗബിൻ ഷാഹിർ, ഷോൺ ആന്റണി എന്നിവരാണ് നിർമ്മിച്ചത്. സൗബിൻ ഷാഹിർ, ശ്രീനാഥ് ബാസി, ബാലു വർഗീസ്, ഗണപതി, ലാൽ ജൂനിയർ, ചന്തു സലീം കുമാർ, അഭിറാം രാധാകൃഷ്ണൻ, ദീപക് പറമ്പോൽ, ഖാലിദ് റഹ്മാൻ, അരുൺ കുര്യൻ, വിഷ്ണു രഘു തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച മഞ്ഞുമ്മൽ ബോയ്സ് കേരളത്തിലും തമിഴ്നാട്ടിലുമായാണ് ചിത്രീകരിച്ചത്. ഫെബ്രുവരി 22-നായിരുന്നു മഞ്ഞുമ്മൽ ബോയ്സ് റിലീസ് ചെയ്തത്. ആദ്യ ദിനം മുതൽ മികച്ച മൗത്ത് പബ്ലിസിറ്റി ലഭിച്ച ചിത്രം സംവിധാനം ചെയ്തത് ചിദംബരമാണ്. ചിത്രത്തിന്റെ ഹിന്ദി വേർഷൻ റിലീസ് ചെയ്യുമെന്ന തരത്തിൽ അനൗദ്യോഗിക വിവരങ്ങൾ പുറത്തുവരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ വിവാദം ഉണ്ടായിരിക്കുന്നത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.